ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ പ്രസക്തമായ വാക്യങ്ങൾ വായിക്കട്ടെ. എന്നാൽ യോഹന്നാൻ തടവിൽ ആയ ശേഷം യേശു ഗലീലയിൽ ചെന്ന ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. അവർ കഫർന്നഹൂമിലേക്ക് പോയി. 21 മുതലുള്ള വാക്യങ്ങൾ. അവർ കഫർന്നഹൂമിലേക്ക് പോയി. ശബ്ബത്തിന് അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അവൻ്റെ ഉപദേശത്തിങ്കൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത്. അവരുടെ പള്ളിയിൽ ഒരു അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ച്, നസ്രയനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആർ എന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോ എന്ന് പറഞ്ഞു. 27-ാമത്തെ വാക്യം. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതെന്ത്? ഒരു പുതിയ ഉപദേശം! അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ശ്രുതി വേഗത്തിൽ ഗലീലനാട് എങ്ങും പരന്നു. Before I commence with greetings and prayers, the presiding bishop for the session, please indulge me. ഞാൻ എൻ്റെ പ്രസംഗത്തിലേക്കും മറ്റ് ഔപചാരിക കാര്യത്തിലേക്കും ഒക്കെ പ്രവേശിക്കുന്നതിന് മുൻപായി അധ്യക്ഷൻ തിരുമേനിയെയും മറ്റും അഭിവാദനം ചെയ്യുന്നു. To briefly comment on the wonderful experience of listening and joining this beautiful choir in worship. ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന ഈ മനോഹരമായ ഗായക സംഘത്തോടൊപ്പം ചേർന്ന് പാടുവാൻ എനിക്ക് കഴിയുന്നതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. In its beauty and diversity and color, it has touched my soul. നിങ്ങളുടെ വൈവിധ്യവും മനോഹാരിതയും എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ട്. Do I know every word they are singing? എനിക്ക് നിങ്ങളെ എല്ലാവരെയും വ്യക്തിപരമായി അറിഞ്ഞുകൂടാ. Absolutely not. ഒരിക്കലും എനിക്ക് നിങ്ങളെ ആരെയും പേരുകൊണ്ടോ വ്യക്തിപരമായോ അറിഞ്ഞുകൂടാ. Yet because I'm a child of a people of drums and rhythms and melodies. ഞാൻ എൻ്റെ ശൈശവപ്രായം മുതൽ തന്നെ സംഗീത ഉപകരണങ്ങളുടെ വാദ്യോപകരണങ്ങളുടെ ഒരു കളിക്കൂട്ടുകാരനാണ്. എനിക്കത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. They have entered my soul beyond words. പലപ്പോഴും ഈ സംഗീതവുമായുള്ള എൻ്റെ ബന്ധം വാക്കുകൾക്ക് അതീതമാണ്. This afternoon I heard them sing hymn 62. ഞാൻ എൻ്റെ ഇന്ന് ഉച്ച കഴിഞ്ഞ് 62 62ാമത്തെ ഗാനം ഞാൻ പാടുകയുണ്ടായി. I don't know what it said. അതിൻ്റെ അർത്ഥം എനിക്ക് കൃത്യമായി അറിഞ്ഞുകൂടാ. Where I come from, we had DJs. ഞങ്ങൾ വരുന്ന അധ്യാപകർ എന്നുള്ള നിലയിൽ I nearly sent a request to the DJ. Request to? A DJ, disc jockey, the one who plays the music. Okay. ഞാൻ ഇതിൻ്റെ വാദ്യോപകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളോട് അതിൻ്റെ ട്യൂണും അതിൻ്റെ ഈണവും ഒക്കെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. Asking that it must be in the playlist for tonight. ഇന്നത്തെ രാത്രിയിൽ ഉള്ള നിങ്ങളുടെ പാട്ടുകളിൽ അത് ഉൾപ്പെടുത്തുമെന്ന് ഞാൻ കരുതുകയാണ്. The more I listen to you, ഞാൻ നിങ്ങളെ കൂടുതൽ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. The more I have nothing to say. നിങ്ങളുടെ ഈ മനോഹരമായിട്ടുള്ള ഈ പ്രയത്നത്തെ, ദൈവിക ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന ഈ ശ്രമത്തെ ഞാൻ ദൈവനാമത്തിൽ അഭിനന്ദിക്കുന്നു. Thank you so very much. Let us pray. നിങ്ങളോട് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. You God who calls, ഞങ്ങളെ വിളിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, inspire, ഞങ്ങളെ നീ പ്രചോദിപ്പിക്കണമേ, encourage, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമേ. Allow us to be used by you. കർത്താവേ, നിന്നാൽ ഉപയോഗിക്കപ്പെടുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. So that your word is heard by your people. കർത്താവേ, നിന്റെ ജനം നിന്റെ ശബ്ദം കേൾപ്പാൻ നീ സഹായിക്കണമേ. Beyond the frailty of our speech, കർത്താവേ, ഞങ്ങളുടെ വാക്കുകൾക്ക് അപ്പുറത്തായി into the hearts of their imaginations, ഞങ്ങളുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും അവിടുന്ന് സ്പർശിക്കണമേ. Humble us, those who've got the privilege of sharing. കർത്താവേ, ഞങ്ങൾക്ക് ദൈവവചനം പങ്കുവയ്ക്കുവാൻ നൽകുന്ന വലിയ അവസരത്തിനായി സ്തോത്രം. This we ask through Christ our Lord. ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. Amen. The Metropolitan, His Grace Theodosius Martoma,
തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലിത്ത, Marphilosinos, President of Evangelistic Association, സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഫിലക്സിനോസ് തിരുമേനി, Suffragan Metropolis, സഭയുടെ സഫ്രഗൻ മെത്രാപ്പൊലിത്തമാരെ, Bishop Mar Paulos, ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന പൗലോസ് തിരുമേനി, other bishops present, സഭയിലെ മറ്റ് അഭിമന്യ തിരുമേനിമാരെ, Vicar Generals, സഭയിലെ വികാരി ജനറൽ അച്ഛന്മാരെ, clergy, പട്ടക്കാരെ, evangelists, സുവിശേഷകരെ, and all the guest speakers and visiting to share the words of God. ഈ മാരാമൺ കൺവെൻഷന്റെ മുഖ്യ പ്രാസംഗികരായി ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, And the faithful members of this wonderful church, ഈ സഭയുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ശുശ്രൂഷകരായിരിക്കുന്ന വിശ്വാസികളെ, I greet you in the wonderful name of our Lord നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. and Savior Jesus Christ. നമ്മുടെ രക്ഷകന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. I bring you greetings from the leadership of the South African Council of Churches. ദക്ഷിണാഫ്രിക്കയിലെ കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ കൂട്ടായ്മയുടെ അഭിവാദനവും വന്ദനവും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. Its member churches under the leadership ഈ സൗത്ത് ആഫ്രിക്കയിലെ ദക്ഷിണാഫ്രിക്കയിലെ ഈ സഭകളുടെ ഐക്യ കൂട്ടായ്മയുടെ നേതൃത്വം വഹിക്കുന്നത് the President Archbishop Stembele Sipuka, അതിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ആർച്ച് ബിഷപ്പ് തിരുമേനി, First Vice President Ms. Lula Mantuta, ഒന്നാമത്തെ വൈസ് പ്രസിഡന്റ്, Second Vice President Dr. Nyoma Fenter. രണ്ടാമത്തെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന കർത്തൃദാസൻ. The SACC greets you, ദക്ഷിണാഫ്രിക്കയിലെ ഈ സഭകളുടെ കൂട്ടായ്മ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. affirming that we are all created in the image of God. ഒരു കാര്യം വ്യക്തമാണ്, നാം എല്ലാവരും ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. And through baptism, നമ്മൾ എല്ലാവരും ദൈവസ്നേഹത്തിൽ നമ്മുടെ മാമോദീസായാൽ, where there's no Jew or Gentile, യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ലാത്ത, slave or free, ദാസനെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ലാത്ത, female or male, പുരുഷനോ സ്ത്രീയോ എന്നോ വ്യത്യാസമില്ലാത്ത as you gather here today നമ്മളെല്ലാവരും ദൈവത്തിന്റെ in സന്നിധിയിൽ this സൃഷ്ടിക്കപ്പെട്ടവരാണ്. riverbed for the last few days, നാം കഴിഞ്ഞ ചില ദിവസങ്ങളായി you gather as our sisters and brothers, siblings in Christ. നാം എല്ലാവരും ദൈവത്തിന്റെ സഹോദരി സഹോദരന്മാരാണ്, നാം ദൈവത്തിന്റെ മക്കളാണ്, കുടുംബാംഗങ്ങളാണ്. Indulge me as I also bring to you the greetings of the people of South Africa in their entirety. ദക്ഷിണാഫ്രിക്കയിലെ മുഴുവൻ ജനതയുടെയും അഭിവാദനങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ നേരുകയാണ്. History has, ചരിത്രം ആവർത്തിക്കുന്നു. with its tragedy and glory, നമ്മുടെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ അവിടെ ശോകമയമായ, ദുരന്തപൂർണമായ, മഹത്വപൂർണമായ അനുഭവങ്ങൾ നമുക്ക് കാണാം. conspired to bring the people of India and South Africa വ്യത്യസ്തങ്ങളായ ജീവിത അനുഭവങ്ങൾ നമ്മളെ ചേർത്ത് വെക്കാറുണ്ട്. together in a shared memory of colonialism, struggle and triumph. കോളനിവൽക്കരണം തുടങ്ങിയതായ പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും ചരിത്രപരമായ ഓർമ്മകൾ നമ്മെ ഒന്നിപ്പിക്കുന്നുണ്ട്. Many of your people were forcibly moved നിങ്ങൾ ഈ ഇന്ത്യയിലെ പല ആളുകളും ദക്ഷിണാഫ്രിക്കയിലേക്ക് നിർബന്ധപൂർവം പോകേണ്ടി വന്നിട്ടുണ്ട്. to come and walk in the sugar fields of Natal in my country. അവിടെയുള്ള ഷുഗർ കെയിൻ തോട്ടങ്ങളിൽ ജോലി ചെയ്യുവാൻ നിങ്ങളുടെ പല പിതാക്കന്മാരെയും മാതാക്കളെയും അന്ന് കോളനിവൽക്കരണത്തിൽ നിർബന്ധിച്ചിട്ടുണ്ട്. During that tragedy and catastrophe, one amongst you, അത്തരത്തിലുള്ള ദുരന്തപൂർണമായ ജീവിതാനുഭവത്തിൽ ഇന്ത്യയിലെ നിങ്ങളിൽ ഒരാൾ, Mahatma Gandhi, walked the soil of South Africa with dignity. ദക്ഷിണാഫ്രിക്കയിലെ നിരത്തുകളിലൂടെ മഹാത്മാഗാന്ധി അന്തസ്സോടും ആത്മാഭിമാനത്തോടും നടക്കുകയുണ്ടായി. And a burning desire for freedom and self-determination. സ്വയാർജവത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സ്വപ്നം കണ്ടുകൊണ്ടായിരുന്നു മഹാത്മാഗാന്ധി അന്ന് ദക്ഷിണാഫ്രിക്കയിലൂടെ സഞ്ചരിച്ചത്. From a distance, we were inspired by one. അതോടൊപ്പം തന്നെ ദൂരത്തു നിന്ന് ഞങ്ങളെ പ്രചോദിപ്പിച്ച മറ്റൊരാൾ, who saw Christ in the face of the poor of this land. ഈ ഭാരതത്തിലെ ദരിദ്രരായ മനുഷ്യരുടെ മുഖങ്ങളിൽ ദൈവസാദൃശ്യം ദർശിച്ച ഒരു വ്യക്തി, and served them as if serving Christ himself. കർത്താവിനെ ശുശ്രൂഷിക്കുന്ന അതേ ബോധ്യത്തോടുകൂടെ ഈ ദരിദ്രരായ മനുഷ്യരെ, നിരാലംബരായ മനുഷ്യരെ ശുശ്രൂഷിച്ച ഒരു മഹത് വ്യക്തി. She, Mother Teresa, അത് മറ്റാരുമല്ല, മദർ തെരേസയാണ്. challenged and moved the heart of the world. ലോകത്തിന്റെ ഹൃദയങ്ങളെ തന്നെ വെല്ലുവിളിക്കുകയും കീഴടക്കുകയും ചെയ്യുന്നുണ്ട്. Through that powerful proclamation, which is not in words but in deed. കേവലം വാക്കുകളിലൂടെ മാത്രമല്ല, ജീവിതത്തിന്റെ ആവിഷ്കാരത്തിലൂടെയും പ്രവർത്തന പദ്ധതിയിലൂടെയും ദൈവത്തിന്റെ പ്രവൃത്തി അനാവരണം ചെയ്യുകയായിരുന്നു മദർ തെരേസ. A proclamation of love in service. സ്നേഹത്തിൽ അധിഷ്ഠിതമായ സേവനമാണ്
മദർ തെരേസ നമ്മുടെ മുൻപിൽ വരച്ചു കാണിച്ചത്. Through her, the world did not only see the heart of the people of India, മദർ തെരേസയിലൂടെ ഇന്ത്യയിലെ ജനതയുടെ ഹൃദയം മാത്രമല്ല ലോകം കണ്ടത്, but they knew the heart of God. മദർ തെരേസയിലൂടെ ലോകം മുഴുവനും കണ്ടത് ദൈവത്തിന്റെ ഹൃദയം തന്നെ, ആത്മാവിനെ തന്നെയാണ്. This history has deeply connected our people. ഈ ചരിത്രം നമ്മുടെ ബന്ധങ്ങളെ അടുപ്പിക്കുന്നുണ്ട്, നമ്മളെ പരസ്പരം ബന്ധിപ്പിക്കുന്നുണ്ട്. In search of our common humanity and dignity. ആകമാനമായ മാനവികതയ്ക്ക് വേണ്ടിയും അന്തസ്സിന് വേണ്ടിയുമുള്ള യാത്രയിൽ ഇവകൾ നമ്മളെ ഒന്നിപ്പിക്കുന്നുണ്ട്, ഈ ഓർമ്മകൾ. So in the spirit of Nelson Mandela and Desmond Tutu, നെൽസൺ മണ്ടേലയുടെയും ഡെസ്മണ്ട് ടുട്ടുവിന്റെയും ആത്മാവിൽ, അവരുടെ വലിയ ബോധ്യങ്ങളിൽ, I say to you what our people say when they greet as they meet each other. പരസ്പരം അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അഭിവാദനം ചെയ്യുന്നത് ഞാൻ നിങ്ങളെ ഇപ്പോൾ അഭിവാദനം ചെയ്യുകയാണ്. Sawubona, സൗബോണ എന്ന വാക്ക്, meaning I see you. അതിന്റെ അർത്ഥം ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങളെ അറിയുന്നു എന്നാണ്. I see you in your totality. നിങ്ങളെ നിങ്ങളുടെ ആകമാനമായ സത്തയിൽ അറിയുന്നു എന്നതാണ്. I acknowledge you in your dignity, faith and hope. നിങ്ങളുടെ അന്തസ്സിനെയും വിശ്വാസത്തെയും പ്രതീക്ഷകളെയും ആഴമായി തിരിച്ചറിയുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. We say because our ancient people taught us. ഇത് ഞങ്ങളുടെ പൂർവികർ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. Umtung ngabantu. ഉംതും എന്ന അർത്ഥമുള്ള ദക്ഷിണാഫ്രിക്കയിലെ വാക്ക്, one is human through the other human beings. അപരനിലൂടെയാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാകുന്നത്, മറ്റുള്ളവരില്ലാതെ നാം ഇല്ല എന്ന അർത്ഥം. I can only be me through you being you. ഞാനായിരിക്കുന്നത് നിങ്ങളുള്ളത് കൊണ്ടാണ്, നിങ്ങളിലൂടെയാണ്. Without you I can never be. നിങ്ങളില്ലാതെ ഞാനാകുന്നില്ല. When I diminish you, ഞാൻ എപ്പോൾ നിങ്ങളെ ഇകഴ്ത്തുന്നുവോ, I'm diminishing myself. ഞാൻ എപ്പോൾ നിങ്ങളെ അപരവൽക്കരിക്കുന്നുവോ ഇകഴ്ത്തുന്നുവോ, ഞാൻ എന്നെ തന്നെയാണ് ഇല്ലാതെയാക്കുന്നത്. When I dehumanize you, നിങ്ങളെ ഞാൻ അപമാനവീകരിക്കുന്നുവെങ്കിൽ I lose my own humanity. ഞാൻ എന്റെ തന്നെ മനുഷ്യത്വത്തെയും സത്തയും തന്നെയാണ് So നഷ്ടപ്പെടുത്തുന്നത്. on behalf of the people I come from, ഞാൻ വരുന്ന എന്റെ ദേശത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെടുത്തി I say to you, Sani Bonani, ഞാൻ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നത് സാനി മണാലി എന്ന് വാക്ക് I see പറഞ്ഞു. you. ഞാൻ നിങ്ങളെ കാണുന്നു, അറിയുന്നു. Remember, ഞാൻ നിങ്ങളെ അറിയുന്നു. Umtung ngabantu. ദക്ഷിണാഫ്രിക്കയിലെ വാക്കാണ് അദ്ദേഹം പറയുന്നത്. On behalf of the South African Council of Churches, I am grateful for the honor ദക്ഷിണാഫ്രിക്കയിലെ സഭകളുടെ ഐക്യ കൂട്ടായ്മയുടെ അവരുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച ഈ പദവിക്ക് ഞാൻ നന്ദി പറയുന്നു. of participating ഈ മഹാ കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ ലഭിച്ച അവസരത്തിന് നന്ദി പറയുന്നു. in this wonderful occasion, ഈ വചന കൂടാരത്തിന് തണലിരിപ്പാൻ ലഭിച്ച അവസരത്തിന് നന്ദി അറിയിക്കുന്നു. your annual convention. നിങ്ങളുടെ വാർഷിക കുടിവരവായ മാരാമൺ കൺവെൻഷനിൽ വന്നു ചേരുവാൻ I'm ഇടയായതിൽ grateful because through your invitation നിങ്ങളുടെ നിങ്ങൾ ക്ഷണത്തിലൂടെയാണ് എനിക്ക് ഇവിടെ and വന്നു my ചേരുവാൻ കഴിഞ്ഞത്. participation, നിങ്ങളുടെ ആ വലിയ പങ്കാളിത്തം, you continue your wonderful tradition നിങ്ങൾ നിങ്ങളുടെ മഹത്തായ പാരമ്പര്യം തുടരുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. of graciously bringing ദക്ഷിണാഫ്രിക്കയിലെ പല പ്രമുഖരായ പ്രസംഗകരെയും ക്ഷണിക്കുന്ന പാരമ്പര്യം, the South African voice into your own ഈ space. മാരാമണ്ണിൽ നിരവധി തവണ ദക്ഷിണാഫ്രിക്കയിലെ അനേകം ആളുകളുടെ ശബ്ദം മുഴങ്ങി കേട്ടിട്ടുണ്ട്. You have done this before through Bishop Malusi Mpumlwana, ഇതിനു മുൻപും ദക്ഷിണാഫ്രിക്കയിലെ ബിഷപ്പുമാരെ നാം ക്ഷണിച്ചിട്ടുണ്ട്. Professor Smanga Khumalo, കുമാലോ പ്രൊഫസറിനെ നാം ക്ഷണിച്ചിട്ടുണ്ട്. Bishop Zipho Zihlesiwa, സിവയെ നാം കേട്ടിട്ടുണ്ട്. and the last one, Reverend Professor Makem Masango. മസാങ്കോയെയും നാം കഴിഞ്ഞ നാളുകളിൽ കേട്ടിട്ടുണ്ട്. I wish to express my gratitude also to all who played a part in securing my visa. എന്റെ വിസ ലഭിക്കുന്നതിനും യാത്രാ ക്രമീകരണങ്ങൾക്കും സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. Making it possible for me to be here. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഇവിടെ ആയിരിക്കാൻ കഴിയുമായിരുന്നില്ല. Indulge me again because this is the first time I am here. ഞാൻ വീണ്ടും നിങ്ങളോട് ആവർത്തിക്കട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഭാരതത്തിൽ ഈ മാരാമണ്ണിൽ വരുന്നത്. So I'm a novice. I'm some kind of a novice. ഞാൻ ഇപ്പോഴും ഒരു വളരെയധികം ചിന്താക്കുഴപ്പത്തിലാണ്. ഞാൻ ഇപ്പോഴും മനസ്സുകൊണ്ട് നിങ്ങളോട് ചേർന്നിട്ടില്ല. Indulge me then to pay homage to your forebears. ഞാൻ നിങ്ങളുടെ പൂർവികരുടെ പൂർവ്വമാതാപിതാക്കളുടെ ജീവിതത്തിന്റെ മധുര സ്മരണകൾക്ക് മുൻപ് ഞാൻ ശിരസ് കുനിക്കട്ടെ. Who, according to the records I consulted, ഞാൻ പരിശോധിച്ച രേഖകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് on the 9th to the 18th of March 1895, 1895 മാർച്ച് 9 മുതൽ 18 വരെയുള്ള തീയതികളിലാണ് gathered on the banks of this great Pamba River, ഈ പമ്പാ നദിയുടെ തീരങ്ങളിൽ ആദ്യമായി മാരാമൺ കൺവെൻഷൻ യാഥാർത്ഥ്യമായി തീർന്നത് ആ തീയതികളിലാണ്. here in Maramon, Kerala, ഈ കേരളത്തിലെ മാരാമണ്ണിൽ inspired by a call for a spiritual revival. ആത്മീയ നവോത്ഥാനത്തിന്റെ ഉണർവിന്റെ
ക്ഷണം ലഭിച്ചുകൊണ്ട് ഈ മാരാമണ്ണിന്റെ പമ്പയുടെ തീരത്ത് ആദ്യമായി കൂടിയത് 1895-ലാണ്. Titus, the first metropolitan, led the foundation of this movement. തീത്തോസ് ഒന്നാമൻ മെത്രാപ്പൊലീത്തയുടെ ആ തീഷ്ണമായിട്ടുള്ള ഉദ്ബോധനം കേട്ടുകൊണ്ടാണ് ഈ കൺവെൻഷൻ ഇവിടെ പൊട്ടിവിരിഞ്ഞത്. That is alive and well 131 years later. ആ വലിയ യാഥാർത്ഥ്യം പാരമ്പര്യം 131 വർഷം കഴിഞ്ഞും ഇപ്പോഴും നമ്മുടെ ഇടയിൽ സജീവമായി നിലകൊള്ളുന്നു. In that moment, they did not only yearn for and celebrated the journey of the Christian faith in its inception. അവർ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആവിഷ്കാരങ്ങൾക്കും ബീജാവാവങ്ങൾക്കും അവർ മുഖാന്തരമായി തീർന്നു എന്ന് മാത്രമല്ല, they decided to be agents of its future. ഈ ഭാവിയുടെ വിശ്വാസ ജീവിതയാത്രയുടെ ഭാവി വർത്തമാനങ്ങൾക്ക് അവർ ചാലക ശക്തിയായി തീർന്നുള്ളതും എന്നുള്ളതും ചരിത്രം വിളിച്ചോതുന്നു. You are therefore in a sacred space. നാം എല്ലാവരും ആയിരിക്കുന്നത് ഒരു വിശുദ്ധ സ്ഥലത്താണ്. As you gather today, ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ കൂടിയിരിക്കുമ്പോൾ, because those who came before you നമുക്ക് മുൻപേ യാത്ര ചെയ്തവർ courageously took the step to proclaim the Christian faith. അവർ വിശ്വാസ സ്ഥൈര്യത്തോടും ധൈര്യത്തോടും കൂടെ വിശ്വാസത്തെ, ക്രിസ്തീയ വിശ്വാസത്തെ ഉറക്ക പറയുവാൻ അവർ ശ്രമിച്ചിരുന്നു. Not as a faith outside the lives of the people of this country. ഈ ജനങ്ങളുടെ ജീവിതാനുഭവങ്ങൾക്ക് പുറത്തു നിന്നുകൊണ്ടല്ല, അവരുടെ ജീവിതാനുഭവങ്ങളോട് ചേർന്നുകൊണ്ടാണ് അവർ വിശ്വാസത്തെ ആവിഷ്കരിച്ചത്. But as an offering of God's dream and presence. ദൈവത്തിന്റെ സാന്നിധ്യത്തിനും ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്കും വേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ കാഴ്ചയായി അർപ്പിച്ചവരുടെ ചരിത്രമാണ് നാം വായിക്കുന്നത്. Through the imagination, dreams, culture and language of the people of this area. ഈ ദേശത്തിന്റെ ജനതയുടെ സംസ്കാരവും ഭാഷയും ദർശനവും സ്വപ്നവും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ പൂർവികർ അവരുടെ വിശ്വാസത്തെ ആവിഷ്കരിക്കുകയുണ്ടായി. In many ways, God was heard afresh. പല രീതിയിലും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ പുതുതായി കേട്ടിട്ടുണ്ട്. Yes, through the scriptures as codified and liturgy shared. ഈ വിശ്വാസത്തിന്റെ ഈ മാരാമണിൽ തുടർന്ന് മലങ്കര സഭയിലും ഉണ്ടായത് വേദപുസ്തക അടിസ്ഥാനവും ആരാധനാ ക്രമങ്ങളുടെ അടിസ്ഥാനത്തിലുണ്ടായ വലിയ ആവിഷ്കാരങ്ങൾ. God was heard in the language, in the dreams, in the imagination of the indigenous people of this land. ഈ തദ്ദേശീയ ജനതയുടെ വിശ്വാസത്തെയും അവരുടെ ആവിഷ്കാരങ്ങളും അവരുടെ ഭാഷയും അവരുടെ ആരാധനക്രമവും ഒക്കെ ദൈവത്തിന്റെ വലിയ സാക്ഷ്യത്തിന്റെ അടയാളമാണ്. Trusting the guidance of the Spirit. ഇതെല്ലാം തന്നെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ടുള്ള വിശ്വാസ യാത്രയുടെ വലിയ ലക്ഷണങ്ങളാണ്. The revealed wisdom in Scripture. അവർ ദൈവവചനത്തിൽ നിന്ന് പരിജ്ഞാനം പ്രാപിച്ചുകൊണ്ടാണ് യാത്ര തുടങ്ങിയത്. The ever self-revealing God here in Maramon, Kerala. ഈ മാരാമണ്ണിൽ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ മുഖം ദർശിച്ചുകൊണ്ടാണ് നമ്മുടെ പൂർവികർ ഈ യാത്ര തുടങ്ങിയത്. God spoke again with power and clarity. അവർ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായും വ്യക്തതയോടുകൂടെയും സംസാരിച്ചിട്ടുണ്ട്. Seeking to form a new people. ഒരു പുതിയ ജനതയെ രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം ഇടപെട്ടു. As part of God's ever beautifully diverse community. വൈവിധ്യമാർന്ന മനുഷ്യ സമൂഹങ്ങളോടൊപ്പം ഒരു മനോഹര വിശ്വാസ പ്രസ്ഥാനമായിരിക്കാൻ ദൈവം നമ്മെ നിയോഗിച്ചു. Bound together by the Spirit of God, the Spirit of love. ദൈവത്തിന്റെ ആത്മാവിലും ദൈവസ്നേഹത്തിലും നമ്മെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു വലിയ വിശ്വാസത്തിന്റെ ആവിഷ്കാരം ഇവിടെ ഉണ്ടായി. So today as you gather, I honor them and I praise God for their witness. ഇന്ന് ഈ സന്ധ്യയിൽ ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുമ്പോൾ അവരുടെ വിശ്വാസ സ്ഥൈര്യത്തെയും അവരുടെ വിശ്വാസത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അവർക്ക് അഭിവാദനം അർപ്പിക്കുകയും ചെയ്യുന്നു. My sisters and brothers, siblings in Christ, your convention gathers in a very interesting, if not dangerous time in the world. പ്രിയമുള്ളവരെ, നാം എല്ലാവരും ഈ കൺവെൻഷൻ പന്തലിൽ കൂടിയിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ഓർത്തിരിക്കേണ്ടുന്നത് ഒരുപക്ഷെ അത്ര സുഖകരമല്ലാത്ത എന്നാൽ അപകടം പതിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മാരാമൺ കൺവെൻഷൻ ഇവിടെ നടക്കുന്നത്. This world that we all share as our common home is in danger. പൊതു സമൂഹം, പൊതു ഭവനം എന്ന അർത്ഥത്തിൽ നാം അടയാളപ്പെടുത്തുന്ന ഈ ഭൂമി, ഈ ലോകം ഇന്ന് പല ആപത്ത് സൂചനകൾ നമ്മുടെ മുൻപിൽ വരച്ചു കാണിക്കുന്നു. The world, inspired by the great revivals of Christian witness and having ധാരാളം ക്രിസ്തീയ സാക്ഷ്യങ്ങളുടെ ഉണർവിന്റെ അടയാളങ്ങൾ നാം കാണുന്നിട്ടുണ്ട്. Having learned the tragic and catastrophic lessons of the first half of the 20th century. 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ നിന്നുകൊണ്ട് ഇവിടെ ഉണ്ടായ പല ദുരന്തങ്ങളിൽ നിന്നും നാം പല പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. So to move away from the horrors of colonialism, racism, bigotry, exploitation. ആ കാലഘട്ടങ്ങളിൽ 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദങ്ങളിൽ ഉണ്ടായ
കോളനിവൽക്കരണം, വംശീയത, വർഗീയത തുടങ്ങിയ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. Excruciating and dehumanizing poverty. ദാരിദ്ര്യം, അപമാനീകരണം, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന പ്രവർത്തികൾ ഇതെല്ലാം തന്നെ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് നാം കണ്ടിട്ടുണ്ട്. Hunger and the atrocious effects of war. യുദ്ധത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും പല ചിത്രങ്ങൾ നാം ആ നാളുകളിൽ വായിച്ചിട്ടുണ്ട്. This was evidenced in the second half of the century by an attempt to have a global community. എന്നാൽ 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ നാം ഒരു ആഗോള സമൂഹം എന്നുള്ള നിലയിൽ യാത്ര ചെയ്യുവാൻ ആരംഭിച്ചു. In search of a more just world. കൂടുതൽ നീതിപൂർവമായ ഒരു ലോകത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ നാം The ഏർപ്പെടുകയുണ്ടായി. respect of nations. പരസ്പരമുള്ള ബഹുമാനത്തോടുകൂടെ രാജ്യങ്ങൾ അധിവസിക്കുവാൻ തുടങ്ങി. Universal human rights. നമ്മൾ പരസ്പരം നമ്മുടെ വംശത്തെയും വർഗത്തെയും ബഹുമാനിക്കുവാൻ And the തുടങ്ങി. eradication of poverty in a sustainable way. സുസ്ഥിരമായ രീതിയിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നാം സ്വപ്നം കണ്ടു. There was an echo for justice throughout the world, ഈ ലോകത്തിൽ ഒരു നീതിപൂർവമായ ഇടം സൃഷ്ടിക്കണമെന്ന ഒരു വലിയ പരിശ്രമം. emphasizing the inextricable connection of all people in every corner of the globe. ഈ ലോകത്തിന്റെ ഏത് കോണിലും മുക്കിലും മൂലയിലുമുള്ള എല്ലാ മനുഷ്യരും പരസ്പര ബന്ധിതരാണ് എന്ന വലിയ ബോധ്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ രൂപം കൊണ്ടത്. This rallying call was summed up well by the voice of conscience in the center of the empire. സാമ്രാജ്യത്വത്തിന്റെ കേന്ദ്ര കാലഘട്ടത്തിൽ ഇങ്ങനെ പറയാറുണ്ട്. Martin Luther King Jr., who cried out, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഇപ്രകാരം ഉറക്കെ പ്രസ്താവിക്കുകയുണ്ടായി: injustice anywhere is a threat to justice everywhere. ഒരിടത്തുള്ള അനീതി എന്ന് പറയുന്നത് എല്ലായിടത്തുള്ള നീതിയുടെ നിഷേധമാണ്. As the 21st century unfolds, 21-ാം നൂറ്റാണ്ട് വികാസം പ്രാപിക്കുമ്പോൾ we seem to move away from that pursuit. ആ വലിയ കാഴ്ചപ്പാടോടുകൂടെ നാം ഇന്ന് യാത്ര തുടരുകയാണ്. The first quarter of this century ഈ നൂറ്റാണ്ടിന്റെ ആദ്യ ക്വാർട്ടറിൽ reveals our inability to learn from the lessons of the past as humanity. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ മനുഷ്യർ പഠിച്ച പാഠങ്ങൾ പഠിക്കുവാൻ ഇന്ന് നാം മറന്നുപോകുന്നുണ്ട്. In a dramatic way, we now live in a world where, according to Jürgen Moltmann, I quote, ഞാൻ മോൾട്ട്മാൻ എന്ന വേദപുസ്തക പണ്ഡിതന്റെ ഭാഷയിൽ എടുത്തു പറഞ്ഞാൽ, human life today is in danger. മനുഷ്യ ജീവിതം ഇന്ന് അപകടത്തിലാണ്. It is no longer loved, ഇപ്പോൾ ഇവിടെ സ്നേഹം തണുത്തുറഞ്ഞു പോയിരിക്കുന്നു. affirmed and accepted. ഇവിടെ ആളുകൾ പരസ്പരം അംഗീകരിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല, ചേർത്ത് പിടിക്കുന്നില്ല. A new religion of death is confronting us, unquote. ഇവിടെ ഒരു പുതിയ മതം പണം വിടർത്തിയാടുകയാണ് നമ്മുടെ മുൻപിൽ. This is a world of not only material poverty, ഇത് ഭൗതികമായ ദാരിദ്ര്യത്തിന്റെ ലോകം മാത്രമല്ല, but the wilderness of imagination. ഇന്ന് ദർശനത്തിന്റെ ഊഷരതയും ഇന്ന് നമ്മുടെ ഇടയിൽ ശക്തമായി The കൊണ്ടിരിക്കുകയാണ്. scarcity of visionary leadership ദാർശനിക ബോധ്യമുള്ള നേതാക്കളുടെ അഭാവം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. and the bankruptcy of moral commitments to something much bigger than ourselves. ആഴമായ നൈതിക ബോധ്യത്തോടുകൂടെ ചരിത്രത്തെ മുൻപോട്ട് നയിക്കുവാൻ കഴിയുന്ന മനുഷ്യരുടെ എണ്ണവും കുറയുന്നു. Bigger than our individual interests and needs. ഇന്ന് പലപ്പോഴും നമ്മുടെ വ്യക്തി താല്പര്യങ്ങളും ആവശ്യങ്ങൾക്കും പിന്നാലെ നാം സഞ്ചരിക്കുകയാണ്. Something bigger than our families. പലപ്പോഴും നാം ഓർത്തിരിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങൾക്ക് അപ്പുറത്ത്, Something bigger than our tribes. നമ്മളുടെ വംശങ്ങൾക്കും ജാതികൾക്കും അപ്പുറത്ത്, Dare I say, ഞാൻ പറയുന്നു, something bigger than our churches. നമ്മുടെ സഭകൾക്കും അപ്പുറത്ത്, Dare I say, ഞാൻ വീണ്ടും പറയുകയാണ്, something bigger than our faith positions. നമ്മുടെ വിശ്വാസത്തിന്റെ അധികാര സ്ഥാനങ്ങൾക്കും അപ്പുറത്ത്, Something that is bigger than our nations. നമ്മുടെ രാജ്യങ്ങൾക്കും അപ്പുറത്തായി വലുതായി. This world, Cornel West sums up also കോണൽ വെസ്റ്റ് എന്ന് പറയുന്ന വേദപുസ്തക പണ്ഡിതൻ വീണ്ടും as ഇപ്രകാരം the പറയുന്നു, world where he says, I quote, ഈ ലോകം ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്, where he says, അദ്ദേഹം പറയുന്നു, കോണൽ വെസ്റ്റ് I പറയുകയാണ്, quote, ഞാൻ അദ്ദേഹത്തെ there കോട്ട് is a ചെയ്യുകയാണ്, monumental collapse of meaning, hope and love. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും ഒരു നാമാവശേഷമാണ്, അധപ്പതനമാണ്, തകർച്ചയാണ് എന്ന് കേണൽ വെസ്റ്റ് പറയുകയാണ്. Where there is loss of meaning, എപ്പോൾ ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെടുന്നുവോ, truth and lies proliferate. സത്യം എപ്പോൾ ഇല്ലാതെയാകുന്നുവോ, നുണ പെറ്റുപെരുകും. In the hands of the powerful,
പലപ്പോഴും ഇന്ന് പ്രബലരുടെ കരങ്ങളിൽ life, even lives of children and women are expendable in the hands of pedophiles. പ്രബലരുടെ കൈകളിൽ ഇന്ന് കുട്ടികളുടെയും സ്ത്രീകളുടെയും ജീവൻ പോലും അപകടത്തിലാണ് എന്ന് ലോകത്തിലെ പല സംഭവങ്ങളും നമ്മുടെ മുൻപിൽ വരച്ചു കാണിക്കുന്നു. Occupying powerful positions in society. സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരുടെ കരങ്ങളിൽ ജീവൻ സുരക്ഷിതമല്ല. In the collapse of hope, പ്രതീക്ഷകൾ ഇന്ന് തകർന്നിരിക്കുന്നു. we are trapped in a dangerous cycle of cynicism. പലപ്പോഴും ദോഷൈക ദൃക്കുകൾ ലോകത്തിന് ഒരു മാറ്റം സംഭവിക്കുകയില്ല എന്ന ദോഷചിന്തയുടെ ചക്രവ്യൂഹത്തിൽ നാം പെട്ടിരിക്കുകയാണ്. Believing nothing, hoping for nothing. നമുക്ക് ഇനിയും ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന ബോധ്യം നമ്മളെ വല്ലാതെ ഭരിക്കുന്നു. Believing that there's nothing that can be done or will be done, even though we believe in God to change the world. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ലോകത്തെ പരിവർത്തിക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ പോലും പലപ്പോഴും ഒരു പുതിയ ലോകം സാധ്യമല്ല എന്ന വിചാരം നമ്മെ വല്ലാതെ കീഴ്പ്പെടുത്തുന്നു. The world is what it is said. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നു ഈ ലോകം ഇങ്ങനെയൊക്കെ ആകുകയുള്ളൂ, ഈ ലോകം ഇങ്ങനെയൊക്കെ തന്നെ പോകും. There is nothing we can do. We can't even dream new possibilities. നമുക്കൊരു പുതിയ സാധ്യതകളെ ബദൽ ലോകത്തെ സ്വപ്നം കാണുവാൻ പോലും കഴിയാതെ നാം പലപ്പോഴും മരവിച്ചിരിക്കുകയാണ്. ഈ ലോകം ഇങ്ങനെയൊക്കെ ആകുകയുള്ളൂ എന്ന് നാം ചിന്തിക്കുകയാണ്. All you can do is to join the red race, as Bob Marley reminded us. നമുക്ക് ആകെ ചെയ്യുവാൻ കഴിയുന്നത് പ്രബലരോട് ചേർന്നുകൊണ്ട് ഒരു പന്തയത്തിൽ അവരോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമാണ്. A red race driven by greed, unaccountable power and dehumanization and exploitation. അപമാനീകരണത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും അവിശ്വസ്തതയുടെയും യാത്രയിൽ സഞ്ചരിക്കുന്ന ലോകത്തോടൊപ്പം യാത്ര ചെയ്യുക എന്നുള്ളത് മാത്രമായി നമ്മുടെ തീരുമാനങ്ങൾ മാറുന്നു. A word of kill or be killed. പലപ്പോഴും ഈ ലോകം കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നതിന്റെ ചരിത്രമാണ്. Where economic power is a weapon against the weak and vulnerable. ദരിദ്രരും ദുർബലരുമായ ആളുകൾക്കെതിരെ സാമ്പത്തികമായ ആയുധങ്ങൾ ഉപയോഗിച്ച് അവരെ തകർക്കുന്ന ലോക ചരിത്രം ഇന്ന് നാം വായിക്കുന്നു. And military power is a tool to make others bend to your will. ശക്തരുടെ മുൻപിൽ നമ്മൾ ശിരസ്കരായി നിൽക്കുവാൻ തക്കവണ്ണം അധികാരികൾ ശക്തമായ രാജ്യങ്ങൾ അവരുടെ ആയുധങ്ങൾ യുദ്ധക്കോപ്പുകൾ ഉപയോഗിക്കുന്നു. Where there is collapse of love, ഇവിടെ സ്നേഹം തകർന്നടിഞ്ഞിരിക്കുകയാണ്. hate runs amok. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിശ്വാസം പലപ്പോഴും എന്നേ മാറിപ്പോയി. The neighbor is not trusted. പലപ്പോഴും നമ്മുടെ അയൽവക്ക ബന്ധങ്ങളിൽ വിശ്വാസ്യത കുറഞ്ഞു പോകുന്നു. Difference is a source of strife. പലപ്പോഴും വ്യത്യസ്തതകൾ എന്ന് പറയുന്നത് സ്പർദ്ധയ്ക്ക് കാരണമാകുന്നു. The stranger is a threat. ഒരു വ്യത്യസ്തനായ ഒരു മനുഷ്യൻ, ഒരു അപരിചിതൻ നമുക്കൊരു ഭീഷണിയായി നാം കാണുന്നു. The immigrant is an alien who is to be feared and rejected. പലപ്പോഴും നാം അഭയാർത്ഥികളെ, കുടിയേറ്റക്കാരെ, അന്യഗ്രഹ ജീവിയെ കാണുന്നത് പോലെയും തള്ളപ്പെടേണ്ടവരാണ്, ശത്രുപക്ഷത്ത് നിൽക്കേണ്ടവരാണ് എന്ന രീതിയിൽ നാം കാണുന്നു. And one who is not in my caste, എന്റെ ജാതിയിൽപ്പെടാത്ത ഒരാൾ, who is not in my family, എന്റെ കുടുംബത്തിൽപ്പെടാത്ത ഒരാൾ, who is not in my tribe, എന്റെ വർഗത്തിൽ വംശത്തിൽപ്പെടാത്ത ഒരാൾ, who is not in my nation, എന്റെ രാജ്യത്തിൽപ്പെടാത്ത ഒരാൾ is seen not as a potential friend, ഞാൻ അവരിൽ ആരെയും ഞാനൊരു സുഹൃത്തുക്കളായി ഞാൻ അവരെ ഒന്നും കാണുന്നില്ല, but is an enemy so dehumanized that I can see them not as human beings but as people who I can unleash the power I have to destroy them. എന്റെ കയ്യിലുള്ള അധികാരങ്ങൾ മുഴുവൻ ഉപയോഗിച്ച് അവരെ തകർക്കുവാൻ തക്കവണ്ണം അവരെ ശത്രുപക്ഷത്ത് നിർത്തുവാനാണ് അവരെ എന്റെ സഹോദരങ്ങളായി കാണുവാൻ എനിക്ക് കഴിയുന്നില്ല. In the collapse of love, the world gets cold. പലപ്പോഴും ഈ സ്നേഹം നമ്മിൽ നിന്ന് തകർന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ മരവിപ്പ് ബാധിക്കുകയാണ്. Harsh and indifferent. നമ്മൾ പലപ്പോഴും പരുക്കരായി തീരുകയും നിസ്സംഗരായി തീരുകയും ചെയ്യുന്നു. The cries of others don't move us. പലപ്പോഴും മറ്റുള്ളവരുടെ നിലവിളികൾ, അവരുടെ പ്രതിസന്ധികൾ നമ്മളെ ബാധിക്കുന്നേയില്ല. The children weeping in India are not heard in South Africa where I come from. ഇന്ത്യയിലെ കുട്ടികളുടെ നിലവിളി ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങൾ കേൾക്കുന്നേയില്ല. The anguish and death of children in Sudan, Somalia, Gaza are not heard in London, Paris, Berlin and Washington. സൊമാലിയ, സുഡാൻ, ഗാസ പോലെയുള്ള ഇടങ്ങളിലെ കുട്ടികളുടെ നിലവിളി ബെർലിനിലോ പാരീസിലോ ലണ്ടനിലോ എങ്ങും അവർ കേൾക്കുവാൻ കഴിയുന്നില്ല. മനുഷ്യകുലം ബധിരരായി തീർന്നിരിക്കുന്നു. And when they pierce our bubble, പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറുമ്പോൾ our indifference shut them out because love has collapsed. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ പടരുന്നത് നിസ്സംഗതയാണ്. കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് സ്നേഹം എന്നേ പടിയിറങ്ങി പോയി കഴിഞ്ഞു. Indeed, my brothers and sisters, when meaning, hope and love collapses, the only religion that remains is the religion of death.
പ്രിയമുള്ളവരെ, നാം ഓർക്കണം, നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രതീക്ഷയും സ്നേഹവും പടിയിറങ്ങി പോകുമ്പോൾ ഒരു കാര്യം ഓർക്കണം, മരണത്തിന്റെ മറ്റൊരു മതം ഇവിടെ പടരുകയാണ്, വളരുകയാണ്. It is with this reality I want to explore the journey that Mark invites us to when we read the scripture we have read. മരണമെന്ന മതം വളരെ പത്തി വിടർത്തി ആടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം വായിക്കുവാനും ഇന്ന് പ്രസംഗിക്കുവാനും ഞാൻ You ആഗ്രഹിക്കുന്നത്. see, my brothers and sisters, Mark is one who is not spending time on flourishing the message. തന്റെ സന്ദേശത്തെ വല്ലാതെ പ്രചരിപ്പിക്കുവാൻ മർക്കോസ് അങ്ങനെ ശ്രമിച്ചിട്ടില്ല. He speaks with brevity and precision, yet you might miss what he tells us as he journeys along. മർക്കോസ് വളരെ ചുരുക്കത്തിൽ തന്റെ സന്ദേശം അറിയിക്കുകയാണ് ഈ മറ്റുള്ളവർ മനസ്സിലാക്കുന്ന രീതിയിൽ. So the first thing that Mark does in chapter 1, he introduces us to a God who turns the world upside down. Things never remain the same when God enters the world. സാമ്രാജ്യ ശക്തികളെ അട്ടിമറിക്കുകയും പാപക്രമങ്ങളെ മറിച്ചിടുകയും അവിടങ്ങളിലേക്ക് പ്രവേശിച്ച ദൈവരാജ്യത്തിന്റെ അടരുകൾ പ്രദർശിപ്പിക്കുന്ന ഒരു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് മർക്കോസ് തന്റെ സുവിശേഷം ആരംഭിക്കുന്നത്. The entry of Christ into human realities is one that is disruptive in the very nature of the entry. ഈ ചരിത്രത്തിലെ പാപത്തിന്റെ ശക്തികളെ, സാമ്രാജ്യ ശക്തികളെ അട്ടിമറിച്ചുകൊണ്ടാണ് ക്രിസ്തു ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. Jesus, the Son of God, the Messiah, enters, and in that moment of entry disrupts everything that we know. നാം തിരിച്ചറിയുന്ന ലോകത്തിന്റെ ക്രമങ്ങളെ മുഴുവനും തകിടം മറിച്ചുകൊണ്ട് മശിഹായുഗം പൊട്ടി വിരിയുന്നതായിട്ടാണ് മർക്കോസ് അടയാളപ്പെടുത്തുന്നത്. He is not born in a castle. നമ്മുടെ കർത്താവ് ഒരു വലിയ കൊട്ടാരത്തിലല്ല ജനിച്ചത്. He is not born in an air-conditioned hospital. വളരെ തണുത്തുറഞ്ഞ ശീതീകരിച്ച ഒരു ആശുപത്രിയിലല്ല യേശു പിറന്നത്. Here, my brothers and sisters, he is not even born in a church. നമ്മുടെ കർത്താവ് ഒരു ദേവാലയത്തിനുള്ളിലുമല്ല ജനിച്ചത്. He is born in the humble expression of those who are at the periphery of society. ആ കാലഘട്ടത്തിലെ അരികുവൽക്കരിക്കപ്പെട്ട ജനതകളുടെ മധ്യത്തിലാണ് നമ്മുടെ ക്രിസ്തു എന്ന രക്ഷിതാവ് പിറന്നത് എന്ന് നാം ഓർക്കണം. And because he is born there, അവിടെ പിറന്നത് കൊണ്ട് തന്നെ his mere presence is disruptive. അവന്റെ സാന്നിധ്യം എപ്പോഴും പാപത്തിന്റെ ശക്തികൾക്ക്, സാമ്രാജ്യ ശക്തികളെ അട്ടിമറിക്കുന്നതാണ്, റദ്ദ് ചെയ്യുന്നതാണ്. And as if that is not enough, അതുകൊണ്ട് മാത്രമായി തീരുന്നില്ല, my brothers and sisters gathered here today in this convention, ഈ കൺവെൻഷനിൽ കൂടിയിരിക്കുന്ന എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, Mark connects the coming of Jesus with that wonderful prophet of the old. നാം വായിക്കുന്നുണ്ട്, മർക്കോസ് പഴയ ഒരു പ്രവാചകനുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് യേശുവിനെ പരിചയപ്പെടുത്തുവാൻ He connects the entry of Jesus with Isaiah the prophet who cries out. യെശയ്യാ പ്രവാചകനുമായി ചേർത്ത് വായിച്ചുകൊണ്ടാണ് മർക്കോസ് യേശുവിനെ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. Comfort, comfort my people. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് ആശ്വസിപ്പിൻ, ആശ്വസിപ്പിൻ, തന്നെ ജനതയെ ഓർപ്പിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ വാക്കുകൾ. Speak tenderly to Jerusalem. യെരുശലേമിനോട് മൃദുവായി നീ പറയുക. A voice of one calling from the wilderness, prepare the way of the Lord. ദൈവത്തിന് വഴിയൊരുക്കുവിൻ, പെരുവഴിയൊരുക്കുവിൻ, നിർദ്ദനദേശത്ത് നമ്മുടെ ദൈവത്തിന് വഴിയൊരുക്കുവിൻ. Make straight in the desert the way of our God. ദൈവത്തിന്റെ വഴി മരുഭൂമിയിൽ ഒരുക്കുക. Every valley shall be raised up. ഓരോ താഴ്വരയും ഉയരും. Every mountain and hill be made low. അവിടെ സകല ജഡവും പുല്ല് പോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകും. Rough grounds shall become level. അവിടെ കുന്നുകൾ മുഴുവനും നിരപ്പാകും. Rugged places all flesh is like grass. അവിടെ വയലിലെ പുല്ലെല്ലാം തന്നെ ഉണങ്ങിപ്പോകും. It withers away like the flower of the forest. അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകും. യഹോവയുടെ But ശ്വാസം the word of the Lord endures forever. Unquote. ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാ കാലത്തും അവിടെ ഉണ്ടാകും. Empires will change. സാമ്രാജ്യങ്ങൾ അവിടെ മാറുകയാണ്. Those in power will be moved on. അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ മാറ്റപ്പെടുകയാണ്. Because all flesh is like grass. ഓരോ ജഡവും പുല്ല് പോലെയാണ്. But the word of the Lord lasts forever. എന്നാൽ ദൈവത്തിന്റെ വചനമോ അത് എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നതാണ്. And then Mark പിന്നീട് മർക്കോസ് പറയുന്നത്, tells us to that humble prophet. ആ എളിയ പ്രവാചകനിലൂടെ മർക്കോസ് പറയുന്നുണ്ട്. I'm not going to talk about what he represents now. I'm not going to talk about what he represents now. Sorry, my brother.
ഞാനിപ്പോൾ അതെല്ലാം വിവരിക്കുവാൻ ഞാൻ നിങ്ങളോട് ശ്രമിക്കുന്നില്ല. I come from an excitable people, so I get easily excitable. വളരെ ആവേശപൂർണ്ണമായി സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്നാണ് ഞാൻ വരുന്നത്. I'm not going to talk, therefore, about what he represents now in his personhood. അവന്റെ വ്യക്തികളിൽ വെളിപ്പെടുന്നത് ഞാൻ ഇപ്പോൾ അത് മുഴുവനും വിവരിക്കുവാൻ ശ്രമിക്കുന്നില്ല. I just want to say something that's disturbed in my leaders when I read the scripture. ഈ വേദഭാഗം വായിക്കുമ്പോൾ വായനക്കാരുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകളെ കുറിച്ച് മാത്രം ഞാൻ പറയാം. John calls the people not into the temple. യോഹന്നാൻ സ്നാപകൻ തന്റെ ജനതയെ വിളിക്കുന്നത് ഒരു ദേവാലയത്തിലേക്കല്ല. He calls them to the river. യോഹന്നാൻ സ്നാപകൻ ജനത്തെ വിളിക്കുന്നത് ഒരു നദിക്കരയിലേക്കാണ്. It is not because the temple built by Solomon and by David, finished by Solomon, does not exist. അവിടെ ശലോമോൻ പണിതതായ ദേവാലയം നിലനിൽക്കുന്നില്ല എന്നതല്ല അതിന്റെ അർത്ഥം. അവിടെയുണ്ട് ദേവാലയം. It is that the temple has lost its potency. പലപ്പോഴും ദേവാലയം അതിന്റെ സർഗാത്മക ശക്തി നഷ്ടപ്പെടുത്തി, ദൈവിക ഭാവം നഷ്ടപ്പെടുത്തി. As a place of renewal and reform for the people. ജനതയുടെ നവോത്ഥാനത്തിനും നവീകരണത്തിനുമായി തീരേണ്ട ദേവാലയം അതിന്റെ സർഗശേഷി നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. I sometimes wonder, my brothers and sisters, my leaders gathered here today. ഞാൻ പലപ്പോഴും അതിശയിക്കാറുണ്ട്, സഭാ നേതാക്കന്മാർ ഉൾപ്പെടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, If we as church ഞാനും സഭ എന്നുള്ള നിലയിൽ ഞാനും നിങ്ങളും are not seduced by the splendor of our buildings നമ്മുടെ കെട്ടിടത്തിന്റെ വലിയ സൗന്ദര്യവും പ്രൗഢിയും കാണുന്നില്ല, and the prominence of architectural presence in the world we live in, നാം ജീവിക്കുന്ന ഈ ലോകത്തിന്റെ കെട്ടിടങ്ങളുടെ വലിയ അതിന്റെ ആകാരം, അതിന്റെ സൃഷ്ടി സൗന്ദര്യതയെ കുറിച്ച് ഇവിടെ ഞാൻ ചർച്ച ചെയ്യുന്നില്ല. that we forget the power നാം അധികാരത്തെ മറക്കുന്നു. experienced by those 135 years ago, came here and sat here, away from splendor, away from the overbearing architecture, into a simple engagement with the Spirit of God. ദൈവത്തിന്റെ ആത്മാവ് ക്ഷണിക്കുന്നത് പ്രൗഢിയും മനോഹാരിതയും മഹത്വവും നിറയുന്ന ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കാണ് ദൈവം തന്റെ ആത്മാവിലൂടെ ക്ഷണിക്കുന്നത്. And as he journeys with John, he reminds us, therefore, യോഹന്നാൻ സ്നാപകനോടൊപ്പമുള്ള യാത്ര നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് our great task is not to build the biggest buildings in the land. ഈ ഭൂമിയിൽ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുക എന്നതല്ല നമ്മുടെ വലിയ നിയോഗം. Our task is not to have the most wonderful of noise, pretending to be worshiping God. ദൈവത്തിനെ ആരാധിക്കുന്നു എന്നുള്ള നിലയിൽ വലിയ ശബ്ദങ്ങളും കോലാഹലങ്ങളും ഉണ്ടാക്കുക എന്നതല്ല നമ്മളെ കുറിച്ചുള്ള നിയോഗം. It is a call to call people to repentance. ആളുകളെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കുക എന്ന നിയോഗമാണ് സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നത്. And the very last thing before I transit to what Jesus then says to us. യേശുക്രിസ്തുവിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. Mark warns the church against the seduction of popularity. മർക്കോസ് ഇവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. സഭയുടെ കരുത്ത് എന്ന് പറയുന്നത് അതിന്റെ ജനസമ്മതിയിലല്ല. സഭയൊരിക്കലും പ്രശസ്തിക്ക് പിന്നാലെ യാത്ര ചെയ്യരുത്. John is famous. യോഹന്നാൻ വളരെ പ്രശസ്തനാണ്. People leave their homes to come to the river Jordan to be baptized by him. യോഹന്നാൻ സ്നാപകന്റെ അടുത്തേക്ക് തങ്ങളുടെ ഭവനം ഉപേക്ഷിച്ചുകൊണ്ട് അവർ സ്നാനമേൽക്കുവാൻ വരുന്നുണ്ട്. As if surrounded by this crowd and this noise. ഈ വലിയ അപ്പോൾ അവിടെ ഒരു വലിയ മുഴക്കം, ഒരു വലിയ ഇടിമുഴക്കം അവിടെ ഉണ്ടാകുന്നു. John resists the ego-driven spirituality. അവിടെ നാം കാണുന്നത് അവിടെ യോഹന്നാൻ സ്നാപകന്റെ ആത്മീയതയുടെ ഒരു ആവിഷ്കാരം നാം കാണുന്നു. That thrives in the adulation of the crowds. ആ ഇടിമുഴക്കത്തിൽ നാം അത് കേൾക്കുന്നുണ്ട്. The Gospel of John puts it slightly differently. യോഹന്നാന്റെ സുവിശേഷത്തിൽ അതൊരല്പം വ്യത്യസ്തമായിട്ടാണ് For in രേഖപ്പെടുത്തിയിരിക്കുന്നത്. John he says to everybody, യോഹന്നാൻ സുവിശേഷത്തിൽ അത് എല്ലാവരും there is the Lamb of the Lord that takes away the sins of the ഇതാ world. ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. Here in Mark, എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ having seen the crowds follow him, അവിടെ മേഘങ്ങൾ, അവിടുത്തെ മഴമേഘങ്ങളെ അവിടെ നാം കാണുന്നു. John cries out, അവിടെ യോഹന്നാൻ സ്നാപകൻ ഉറക്കെ നിലവിളിക്കുന്നു, after me comes one more powerful than me. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്. I'm unworthy to stoop and untie the straps of his sandals. അവന്റെ ചെരുപ്പുകളുടെ വാറ് കുനിഞ്ഞഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. I'm baptized with water, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് but he will baptize with the Holy Spirit. എന്നാൽ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തും. My brothers and sisters, എന്റെ പ്രിയമുള്ളവരെ, the church is most powerful
സഭ എപ്പോഴാണ് കരുത്താർജിക്കുന്നത്? When it does not search for popularity and large crowds. എപ്പോഴും സഭ പ്രശസ്തിക്കും ജനസമ്മതിക്കും പിന്നാലെ പോകുമ്പോഴല്ല, but a faithful witness to the one beyond the church. മനുഷ്യനിർമ്മിതമായ എല്ലാ ഘടനകൾക്കും അപ്പുറത്തുള്ള ഒന്നിനു വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി സഭ പ്രവർത്തിക്കുമ്പോഴാണ് സഭ കരുത്തുള്ളതാവുക. Then in verse 15, as I speak to speed up, മർക്കോസിന്റെ സുവിശേഷം 1:15 നാം വായിക്കുന്നു, Jesus speaks for the first time. യേശു ആദ്യമായി സംസാരിക്കുന്നു. And his first words are words of urgency. അവിടെ നാം വായിക്കുന്നത് ആദ്യമായി യേശുക്രിസ്തുവിന്റെ വാക്കുകൾ എന്ന് പറയുന്നത് ഒരു ചാലക ശക്തിയാകുന്നതിനെ കുറിച്ചാണ്. Jesus comes out and his first words are simply this: the time has come. യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത് ഇതാ കാലം സമീപിച്ചിരിക്കുന്നു. We cannot postpone the matter anymore. നമുക്കിനിയും താമസിപ്പിക്കുവാൻ കഴിയുകയില്ല, മറ്റൊരു നാളത്തേക്ക് മാറ്റിവെക്കുവാൻ കഴിയുകയില്ല. There's no other time to wait for. നമുക്ക് ഇനി കാത്തിരിക്കുവാൻ സമയമില്ല. No other moment to anticipate. നമുക്ക് മറ്റൊരു നിമിഷത്തെയൊക്കെ പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുവാൻ നമുക്ക് കഴിയില്ല. This is the time. ഇതാണ് സമയം. ചടുതിയിൽ നാം ഇത് ചെയ്തേ പറ്റുകയുള്ളൂ. We can never postpone doing that which is right and just. നമുക്ക് ശരിയായി തോന്നുന്നത് മറ്റൊരു ദിവസത്തേക്ക്, മറ്റൊരു നിമിഷത്തേക്ക് മാറ്റിവെക്കുവാൻ നമുക്ക് കഴിയില്ല. We are not allowed to look for another time. നമുക്ക് മറ്റൊരു നിമിഷത്തേക്ക് കാത്തിരിക്കുവാനോ നോക്കുവാനോ നമുക്ക് സമയമില്ല. No fatalistic anticipation of the future. ഭാവിയിലേക്ക് കുറെ നാളും കൂടെ കഴിഞ്ഞ് ചെയ്യാം എന്ന രീതിയിൽ കാത്തിരിക്കുവാൻ നമുക്കിനി സമയമില്ല. Even if the time is dangerous. എന്നാൽ നാം ഓർത്തിരിക്കണം, നമ്മുടെ കാലം എന്ന് പറയുന്നത് ആപത്ത് സൂചനകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. Even if death seems to overwhelm us. പലപ്പോഴും പാപവും മരണവും നമ്മളെ കീഴടക്കുന്നു. Even if hunger seems to overwhelm our people. നമ്മുടെ ജനതയെ പലപ്പോഴും ദാരിദ്ര്യവും പട്ടിണിയും കാർന്നെടുക്കുകയാണ്. Even if the drums of war are beating up. നമ്മുടെ ഇടങ്ങളിൽ യുദ്ധത്തിന്റെ മരണമൊഴികൾ We have no other time except this time. ഞാനും നിങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ, ഈ നിമിഷത്തിലാണ്. This time has come. ഈ നിമിഷമാണ് പ്രധാനം. ഇപ്പോഴാണത്. God invites us not to be bystanders in history. നമ്മുടെ ചരിത്രത്തിന്റെ കേവലം വായനക്കാരായി, കേൾവിക്കാരായി, ഗാലറിയിലിരിക്കുവാനല്ല ദൈവം He വിളിക്കുന്നത്. invites us to engage the moment with urgency. ചാലക ശക്തികളായി, ദൈവത്തിന്റെ ആത്മാവിൽ നിയോഗമേറ്റിട്ടുകൊണ്ടുള്ള ആളുകളായി നിയോഗമേറ്റെടുക്കുവാനാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. So don't look for tomorrow. നാളത്തേക്ക് നാം നോക്കിയിരിക്കരുത്. Don't look for 12 hours from now. ചില മണിക്കൂറുകൾ കഴിഞ്ഞ് ചെയ്യാമെന്ന് നാം Don't look for നോക്കിയിരിക്കരുത്. next week. അടുത്ത ആഴ്ച ചെയ്യാമെന്ന് നാം Christ ചിന്തിക്കരുത്. says കർത്താവ് പറയുന്നു, the time is now. സമയം എന്ന് പറയുന്നത്, കാലം എന്ന് പറയുന്നത് The ഇപ്പോഴാണ്. time has come. സമയം വന്നിരിക്കുന്നു, And what ഇതാഗതമായിരിക്കുന്നു. is this come that has come? Time that has come. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കാലം ഇതാ സമയമാഗതമായിരിക്കുന്നു. The time that has come, my brothers and sisters, is not measured in chronos. എന്നാൽ കാലത്തിന്റെ സമയങ്ങൾക്ക് അടിസ്ഥാനത്തിൽ അളക്കുവാൻ കഴിയുന്നതൊന്നല്ല. അതിനെക്കുറിച്ചല്ല യേശു But it പറയുന്നത്. is measured in the presence of Jesus, who brings in something radically new. The time is the kingdom of God has come. ഈ ചരിത്രത്തിൽ സമൂലമായ ചില മാറ്റങ്ങൾ വരുത്തുവാൻ ഇന്ന് ചരിത്രത്തിൽ ഇടപെടുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് ഇതാണ് സുപ്രസാദ കാലം. A new way of seeing. ഈ ലോകത്തിൽ നമുക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് വേണം. A new way of being. ഒരു പുതിയ ആയിത്തീരലിന്റെ മനോഭാവം വേണം. A new way of living ഒരു ജീവിതത്തിന്റെ സാക്ഷ്യത്തിന്റെ പുതിയ ആവിഷ്കാരങ്ങൾ has ഉണ്ടാകണം. come and is near. അത് വന്നിരിക്കുന്നു, അതിനുള്ള സമയമായിരിക്കുന്നു. Things cannot be seen, known and lived in the same way. നമ്മൾക്ക് പാപത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിലെ കാഴ്ചപ്പാടുകളോടുകൂടെ നമുക്കിനി ജീവിപ്പാൻ കഴിയുകയില്ല. The tables are turned upside down. സാമ്രാജ്യത്വത്തിന്റെ മേശകൾ ഇതാ മറിച്ചിടപ്പെടുകയാണ്. If you doubt, listen to Mary in that wonderful song in Luke chapter 1. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ മറിയയുടെ, കന്യക മറിയാമിന്റെ പാട്ടിലേക്ക് നാം ശ്രദ്ധ Where കേന്ദ്രീകരിക്കുമ്പോൾ her soul burst in song. അവളുടെ ആത്മാവ്, അവളുടെ ഹൃദയം ആത്മാവിൽ നിറഞ്ഞ പാടുന്ന പാട്ട് നാം She വായിക്കുന്നുണ്ട്. sings, my soul glorifies the Lord and my spirit rejoices in God my Savior. കന്യക മറിയാം പാടുന്നുണ്ടല്ലോ, എന്റെ ആത്മാവ് ഞാൻ സന്തോഷിക്കുന്നു എന്നുള്ളത്. He has been mindful of the humble state of his servant, she says. എന്റെ ദാസിയെ കടാക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയ ദൈവത്തെ കുറിച്ച് നാം വായിക്കുന്നു. He has scattered those who are proud in their innermost thoughts. അഹങ്കാരികളായവരെ ചിതറിക്കുന്നതിനെ കുറിച്ച് കന്യക മറിയാം He പാടുന്നു. has brought down rulers from their thrones and lifted the humble.
പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ട് താണവരെ ഉയർത്തുന്നതിനെ കുറിച്ച് മറിയം പാടുന്നു. He filled the hungry with good things, but sent the rich empty. അവൻ ദരിദ്രന്മാരെ നന്മകളാൽ സമ്പൂർണരാക്കി ധനവാന്മാരെ വെറുതെ അയക്കുന്നതിനെ കുറിച്ചും മറിയം പാടുന്നു. This is the time. ഇതാണ് സമയം. Not Chronos, അത് കാലത്തിന് but സമയമല്ല. the transformative presence that changes the value system of the world. ഈ ലോകത്തിന്റെ മൂല്യ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്ന, മാറ്റപ്പെടുന്ന, രൂപാന്തരപ്പെടുത്തുന്ന ഒരു ഇടപെടലിനെ കുറിച്ചാണ് കർത്താവ് It പറയുന്നത്. cannot but be urgent. അത് എന്നാൽ പിന്നെ അല്ലെങ്കിൽ ആയി തീരാൻ ശ്രമിക്കട്ടെ എന്നതിനെ കുറിച്ചല്ല, നിയോഗം ഏറ്റെടുത്തേ But മതിയാവുകയുള്ളൂ. Mark tells us, my brothers and sisters in Christ, മർക്കോസ് നമ്മളോട് പറയുന്നത്, എന്റെ കർത്താവിൽ പ്രിയ സഹോദരി that സഹോദരന്മാരെ, you can enter the world, this world, the way you were before you encountered Christ. ഞാനും നിങ്ങളും ഇതിനു മുൻപ് ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചതുപോലെയല്ല ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിനു ശേഷം നാം പ്രവേശിക്കേണ്ടത്. You are not able to comprehend and participate in this great vision of God if you are who you were yesterday. ഇന്നലകളിൽ ആയിരുന്ന പാപത്തിന്റെ അവസ്ഥകളിലായിരുന്നുവെങ്കിൽ, ആയിരിക്കുകയാണ് ഇന്നും നാമെങ്കിൽ, നമുക്കൊരിക്കലും ദൈവത്തിന്റെ വലിയ ദർശനം കാണുവാൻ കഴിയുകയില്ല. Your eyes are not clear enough to comprehend the beauty of what God puts before us. നമ്മുടെ മുൻപിൽ ആവിഷ്കരിക്കുന്ന മശിഹ യുഗത്തിന്റെ സൗന്ദര്യം കാണുവാൻ പലപ്പോഴും നമ്മുടെ കണ്ണുകൾക്ക് കഴിയാതെ പോകുന്നത് നാം ഇപ്പോഴും പാപക്രമത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. Your heart is too closed to see the imagination of the beauty and the presence of God. ദൈവത്തിന്റെ രാജ്യത്തിന്റെ സാന്നിധ്യവും അതിന്റെ സൗന്ദര്യവും അത് തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ ഹൃദയങ്ങളെ നാം അടച്ചു വെച്ചിരിക്കുകയാണ്. Your soul is not connected to the beauty and the rhythms of God's transforming spirit. ദൈവത്തിന്റെ പരിവർത്തനത്തിന്റെ ആത്മാവിനെ കാണുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ ആത്മാക്കൾക്ക് മന്ദത ബാധിച്ചിരിക്കുന്നു. That is why John cries out and says, you must be born again. അതുകൊണ്ടാണ് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ പറയുന്നത്, നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കണം. But here we are called to that great thing ഞാനും നിങ്ങളും ഇപ്പോഴും അതിനായി വിളിക്കപ്പെടുകയാണ്. called metanoia. അവിടെ വിളിക്കപ്പെടുന്നത് അനുതാപത്തിലേക്ക്, മാനസാന്തരത്തിലേക്കാണ്. A radical transformation of heart, ഒരു ഹൃദയത്തിന്റെ വിപ്ലവകരമായ സമഗ്രമായ രൂപാന്തരം. mind and life. നമ്മുടെ മനസ്സിന്റെയും കാഴ്ചപ്പാടുകളുടെയും ജീവിതത്തിന്റെയും സമൂലമായ പരിവർത്തനം. This is deeper than a mere change of religious beliefs കേവലം മതത്തിന്റെ വിശ്വാസത്തിന്റെ മാറ്റത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, or a set of doctrines. ചില സിദ്ധാന്തങ്ങളുടെ രൂപാന്തരത്തെ കുറിച്ചല്ല പറയുന്നത്. It is a radically new way of thinking, perceiving and acting. ജീവിതത്തിന്റെ ആവിഷ്കാരങ്ങളും കാഴ്ചപ്പാടുകളും ചിന്തകളും ഒക്കെ തന്നെ സമൂലമായി പരിവർത്തിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. It is a heart and a mind that is so transformed that it exists in the praxis of love. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന, അതിൽ കുഴച്ചെടുത്ത ചാലിച്ചെടുത്ത ഒരു ജീവിതാവിഷ്കാരം, വിശ്വാസാവിഷ്കാരം ഉണ്ടാകണമെന്നാണ് ഇവിടെ വേദപുസ്തകം നമ്മളെ As I ഓർമ്മിപ്പിക്കുന്നത്. seek to conclude, my brothers and sisters, as we are invited to this metanoia, ഞാനും നിങ്ങളും ഈ വലിയ രൂപാന്തരത്തിലേക്കും അനുതാപത്തിലേക്കും ക്ഷണിക്കപ്പെടുകയാണ്. and the presence of God, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ I want to say, when I read this text as Mark is presenting it to us, മർക്കോസ് ഇവിടെ നമ്മളോട് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. in the presence of God's kingdom, the presence of Christ, ദൈവത്തിന്റെ രാജ്യം മെശിഹ യുഗത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ, those who are used to dominating, നമ്മുടെ മേൽ അധീശത്വം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നവർ, exploiting and dehumanizing others, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുവാനും അപമാനവീകരണം ചെയ്യുവാനും ശ്രമിക്കുന്നവർ, just like the impure spirits in the man അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യന്റെ കഥ നാം വായിക്കുന്നത് പോലെ, that Jesus meets in Capernaum. കഫർന്നഹൂമിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനെ യേശു The അഭിമുഖീകരിക്കുന്നു. evil spirits cry out, അവിടെ അശുദ്ധാത്മാവ് നിലവിളിക്കുന്നുണ്ടല്ലോ, what do you want from us? ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്, ഞങ്ങൾക്ക് എന്ത്? Jesus from Nazareth, യേശുവേ നസറേനായ പുത്ര, നീ ഞങ്ങൾക്കും have you നിനക്കും തമ്മിൽ come എന്ത്? to destroy us? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നിരിക്കുന്നുവോ? I know who you are. നീ ആരാണെന്ന് എനിക്കറിയാം. The Holy One of God, they cry out. ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ. Oh, my brothers and sisters, എന്റെ കർത്താവിൽ പ്രിയ സ്നേഹിതരെ, can the people of Kerala, കേരളത്തിലെ ജനങ്ങൾക്ക്
can the people of India, ഇന്ത്യയിലെ ജനങ്ങൾക്ക്, can the people of South Africa, ദക്ഷിണാഫ്രിക്കയിലെ ജനതയ്ക്ക്, when they encounter the church of God, which you and I are part of, ഞാനും നിങ്ങളും ഭാഗമായിരിക്കുന്ന ക്രിസ്തു സഭയെ അഭിമുഖീകരിക്കുമ്പോൾ, with the tenderness of God in our hearts, നമ്മുടെ ഹൃദയത്തിൽ നിറയുന്ന ദൈവത്തിന്റെ ആ വലിയ കരുത്തോടുകൂടെ, ഭാവത്തോടുകൂടെ, in the presence of those who seek to exploit, dehumanize and dominate others, നമ്മുടെ ഇടങ്ങളിൽ അതീശത്വം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന, ചൂഷണം ചെയ്യുവാൻ ശ്രമിക്കുന്ന, നമ്മളെ ആധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന, can this church that is you and I evoke a cry from those? എനിക്കും നിങ്ങൾക്കും അത്തരത്തിലുള്ള പാപക്രമങ്ങൾക്ക് നേരെ ഉറക്കെ നിലവിളിക്കുവാൻ കഴിയുന്നുണ്ടോ? What do you want from us? ഞങ്ങളിൽ പാപക്രമത്തെ നോക്കി Do you want? നീ ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നിരിക്കുന്നുവോ എന്ന് പറയുവാനുള്ള വിശ്വാസ സ്ഥൈര്യം നമുക്കുണ്ടോ? Do you want to destroy us? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നിരിക്കുന്നുവോ എന്ന പാപക്രമത്തെ നോക്കി വെല്ലുവിളിക്കുവാൻ സഭയ്ക്കാകുന്നുണ്ടോ? We know who you are. നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. The Holy Church of God. ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ പരിശുദ്ധ സഭ തന്നെ. Does our presence in the community അത് നമ്മുടെ സമൂഹത്തിന്റെ മധ്യത്തിൽ make the evil one uncomfortable? നമ്മുടെ ഇടങ്ങളിൽ പൈശാചിക ശക്തികൾ അസ്വസ്ഥരാകുവാൻ തക്കവണ്ണമുള്ള ദൈവികമായ ഇടപെടലുകൾ നടത്തുവാൻ സഭയ്ക്ക് കഴിയുന്നുണ്ടോ? Or has the evil one acclimatized to our presence? പലപ്പോഴും ഈ അശുദ്ധാത്മാവ് നിറഞ്ഞ ശക്തികൾ നമ്മുടെ സാന്നിധ്യത്തിന്റെ മധ്യത്തിൽ പരിഭ്രമിക്കുന്നുണ്ടോ? Maybe the world don't fear us anymore. ഇവിടെ ലോകം നമ്മളെ ഇനിയും പേടിപ്പിക്കരുത്, ഭ്രമിപ്പിക്കരുത് എന്നുള്ള അർത്ഥത്തിൽ. Maybe the evil ones do not fear us anymore. അശുദ്ധാത്മാക്കൾ നമ്മളെ ഇനി ഒരിക്കലും ഭയപ്പെടുത്താതിരിക്കട്ടെ. Maybe the ones who oppress and exploit others don't fear us anymore. മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന, അതീശത്വം പുലർത്തുന്ന ആളുകൾ നമ്മളെ ഭയപ്പെടുത്താതിരിക്കട്ടെ. Because the truth is കാരണം സത്യം ഇതാണ്, some of them are part of the church. അവരിൽ പലരും സഭയുടെ ഭാഗമാണ്. Or maybe not here in Kerala, ഒരുപക്ഷെ അത് കേരളത്തിൽ അങ്ങനെയുള്ളവരുണ്ടാവുകയില്ല. but where I come from, എന്നാൽ ഞാൻ വരുന്ന ദേശത്തു നിന്ന് those who exploit, oppress and dehumanize others are not found in the street, they are found in the pews of the church. പലപ്പോഴും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന, അതീശത്വം പുലർത്തുന്ന, തകർക്കുന്ന ആളുകൾ തെരുവുകളിലല്ല, പലപ്പോഴും ദേവാലയത്തിനുള്ളിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലാണ്. Those who struggle with drug abuse, those who struggle with alcohol abuse, know that within the church there are those who make money out of selling of drugs and alcohol to our people. ലഹരിക്കടിമകളായി ജീവിതം തകർന്നു പോകുന്ന ആളുകളുടെ ചരിത്രം വായിക്കുമ്പോൾ അത്തരം ശക്തികളെ ഉപയോഗിച്ച് പണമുണ്ടാക്കുന്ന ആളുകൾ സഭയ്ക്കുള്ളിൽ തന്നെയാണ്. Those who watch us know within the church, പലപ്പോഴും അവരൊക്കെ തന്നെ സഭയ്ക്കുള്ളിൽ തന്നെയാണ്. not here in Kerala, ഒരുപക്ഷെ കേരളത്തിൽ അങ്ങനെയുള്ളവരുണ്ടാവുകയില്ല. but where I come from, എന്നാൽ ഞാൻ വരുന്ന ദേശത്ത് that there are men of God, men of the cloth, men in high position of the church, when they finish the church, when they go home, they beat up their wives. പലപ്പോഴും ജീവിതത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ തന്നെ സഭയെ തകർക്കുവാൻ ശ്രമിക്കുകയാണ്. So when the world looks at us, പലപ്പോഴും ലോകം നമ്മളെ വീക്ഷിക്കുമ്പോൾ, the world is not afraid anymore. പലപ്പോഴും ലോകം നമ്മളെ വീക്ഷിക്കുമ്പോൾ, സഭയെ നോക്കുമ്പോൾ ലോകത്തിന് ഭയമുണ്ടാകുന്നില്ല. It has found a way to live with us without any discomfort. നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നതിൽ പാപക്രമങ്ങൾക്ക്, പാപത്തിന്റെ യജമാനർക്ക് ഒട്ടും അസ്വസ്ഥത സൃഷ്ടിക്കപ്പെടുന്നില്ല. Because we are not a discomforting presence. പലപ്പോഴും നമ്മുടെ സാന്നിധ്യം പാപത്തിന്റെ ക്രമങ്ങൾക്ക് ഒരിക്കലും ഭ്രമമുണ്ടാക്കുന്നില്ല, പേടി ജനിപ്പിക്കുന്നില്ല. Actually, we are a comforting presence. പലപ്പോഴും അവർക്ക് സുഖം നൽകുന്ന സാന്നിധ്യമായി പലപ്പോഴും Some of them, അവരിൽ ചിലർ who do these crazy things outside, നമ്മുടെ ലോകത്തിന് പുറത്ത് ഇങ്ങനെ ചെയ്യുന്ന പാപത്തിന്റെ പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾ, not here in Kerala, ഈ കേരളത്തിലെ ആളുകളെ കുറിച്ചല്ല ഞാൻ in പറയുന്നത്, my country, എന്റെ ദേശത്തിലെ, എന്റെ when രാജ്യത്തിലെ they come into the church, അത്തരത്തിലുള്ള ആളുകൾ ദേവാലയത്തിലേക്ക് വരുമ്പോൾ, they are corrupt. അഴിമതിക്കാർ ദേവാലയത്തിലേക്ക് വരുമ്പോൾ, They stole money from the poor. ദരിദ്രരിൽ നിന്ന് പണം മോഷ്ടിക്കുന്നവർ, അപഹരിക്കുന്നവർ പള്ളിയിലേക്ക് And they വരുന്നു. feed themselves to obesity, whilst the poor people suffer, cannot live with dignity. അന്തസ്സോടും അഭിമാനത്തോടും ദരിദ്രരെ ജീവിക്കാൻ അനുവദിക്കാതെ തിന്ന് കുടിച്ച് മത്തരാകുന്ന ആളുകൾ, When they come into the church, അവർ പള്ളിയിലേക്ക്, ദേവാലയത്തിലേക്ക് വരുമ്പോൾ, because they give us a big nice check, അവർ പലപ്പോഴും വരുമ്പോൾ ഒരു വലിയ തുകയ്ക്കുള്ള ചെക്ക് നമ്മളെ not ഏൽപ്പിക്കുമായിരിക്കും. here in Kerala, ഈ കേരളത്തിലെ ആളുകളെ കുറിച്ചല്ല ഞാൻ from പറയുന്നത്, where I come from. ഞാൻ വരുന്ന ദേശത്തെ കുറിച്ചാണ് പറയുന്നത്. We raise them up.
പലപ്പോഴും നാം അവരെ എഴുന്നേൽപ്പിച്ചു നിർത്തും, elevate them, അവരെ ഉയർത്തി and call them a സംസാരിക്കും. blessing from God. ദൈവത്തിന്റെ അനുഗ്രഹം അവരുടെ മേൽ And ചൊരിയുവാൻ the പ്രാർത്ഥിക്കും. world watches us. എന്നാൽ ലോകം ഇതെല്ലാം And the നിരീക്ഷിക്കുന്നുണ്ട്. world says to itself, ആ ലോകം തങ്ങളോട് തന്നെ പറയുന്നുണ്ട്, there's nothing to fear, ഞങ്ങളെ ഭയപ്പെടുത്തുന്നില്ല ഈ സഭ. because they look and act like us. ഞങ്ങളെ പോലെ തന്നെ ഈ പാപക്രമം നോക്കി സഭയെ നോക്കി പറയുകയാണ്, ഞങ്ങളെ പോലെ തന്നെ പാപക്രമം പറയുന്നു, സഭയും പാപത്തിന്റെ അതേ പാതയിലാണ്. When the true kingdom of God comes, എന്നാൽ യഥാർത്ഥ ദൈവരാജ്യം വരുമ്പോൾ there's a discomforting presence. അസ്വസ്ഥമാക്കുന്ന ഭ്രമിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് And ദർശിക്കുവാൻ Jesus' കഴിയും. answer when they cry out, എന്നാൽ യേശു അവിടെ അശുദ്ധാത്മാവ് നിലവിളിക്കുമ്പോൾ പറയുന്നുണ്ട്, he declares and says, അവൻ ഉറക്കെ ഒരു ചാട്ടുളി കണക്കെ പറയുന്നുണ്ട്, be quiet, നീ മിണ്ടാതിരിക്കുക, come out of him. അവനിൽ നിന്ന് പുറത്തു വരിക. Oh, how powerful a church, എത്ര ശക്തമായ ഒരു സഭയുടെ ആവിഷ്കാരമാണ് നാം അവിടെ ദർശിക്കുന്നത്. imbued by God's kingdom. ദൈവത്തിന്റെ രാജ്യത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ That speaks forthrightly to this our world, നാം ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി സംസാരിക്കും. telling those who spread hate, വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരോട് നാം ഉറക്കെ പറയും, come out of our people. വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരെ ഞങ്ങളുടെ ജനതയിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരിക. Those who cause strife, നമ്മുടെ ഇടയിൽ സ്പർദ്ധ വളർത്തുന്നവരോട്, get out of our people. ഞങ്ങളുടെ ജനതയിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരിക. Those who cause poverty, because my brothers and sisters, poverty is not an accident of history. It is a product of human actions and decisions. പ്രിയമുള്ളവരെ, ദാരിദ്ര്യം എന്ന് പറയുന്നത് എവിടെ നിന്നോ സംഭവിക്കുന്നതല്ല, അത് മനുഷ്യനിർമ്മിതമാണ്. ദാരിദ്ര്യം സൃഷ്ടിക്കുന്നവരോട്, അവരോട് നിങ്ങൾ ഞങ്ങളുടെ ആളുകളിൽ നിന്ന് പുറത്തേക്ക് വരിക എന്ന് പറയുവാനുള്ള ആർജവത്വം സഭയ്ക്കുന്നുണ്ടോ? Those who cause poverty and hunger, say to them, get out of our people. ദാരിദ്ര്യം സൃഷ്ടിക്കുന്നവരോട് നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോകുക എന്ന് പറയുവാനുള്ള കരുത്ത് നമുക്കുണ്ടോ? Those who want to keep us in our caste position, പലപ്പോഴും നമ്മുടെ ജാതി വ്യവസ്ഥയിലെ സ്ഥാനമാനങ്ങൾ നിലനിർത്തുവാൻ ശ്രമിക്കുന്നവരോട്, those who want to use our national identity as a way of destroying others, മറ്റുള്ളവരെ തകർക്കുവാൻ ദേശീയതയെ കൂട്ടുപിടിക്കുന്ന ആളുകൾ, the church needs to stand up and say, without any fear, with courage and moral clarity, ഇത്തരത്തിലുള്ള പാപക്രമങ്ങളുടെ സാമ്രാജ്യ ശക്തികളുടെ മധ്യത്തിൽ ശക്തമായി നട്ടെല്ല് നിവർത്തി വിശ്വാസ സ്ഥൈര്യത്തോടെ സഭയ്ക്ക് പറയുവാൻ കഴിയണം, പുറത്തേക്ക് വരിക, get out of our people. ഞങ്ങളുടെ ജനതയിൽ നിന്ന് ഈ പാപത്തിന്റെ ക്രമങ്ങൾ പുറത്തു പോകട്ടെ. This church echoes that old voice of God's decisive intervention. ഈ ശബ്ദം എന്ന് പറയുന്നത് കർത്താവിന്റെ ശുശ്രൂഷയിലെ പ്രാരംഭ കാലത്ത് തന്നെ മുഴങ്ങിക്കേട്ടതാണ്. In the message to Pharaoh, ഫറവോനോടുള്ള ശബ്ദത്തിൽ, സന്ദേശത്തിൽ, tell Pharaoh ഫറവോനോട് നീ പറയുക, that I say, ഞാൻ പറയുന്നു, let my people go. എന്റെ ജനത്തെ വിട്ടയക്കുക എന്ന് ഫറവോനോട് പറഞ്ഞ ദൈവശബ്ദം. Therefore, in God's kingdom, my brothers and sisters, as I prepare to sit down, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവരാജ്യത്തിന്റെ വലിയ അനുഭവത്തിന്റെ മധ്യത്തിൽ people are freed. ജനങ്ങൾ സ്വതന്ത്രരായി സഞ്ചരിക്കണം. Evil spirits and demons, as they call by others, അശുദ്ധാത്മാക്കളും പൈശാചിക ശക്തികളും ജനത്തെ വിട്ടു പോകണം. leave the people, and the people live lives of dignity and worth. അന്തസ്സോടും അഭിമാനത്തോടും മൂല്യത്തോടും കൂടെ ജനങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയണം. If the church called by the author of this kingdom, ഈ രാജ്യത്തിന്റെ വലിയ സാക്ഷികളാകുവാനുള്ള നിയോഗം ഈ സഭയ്ക്കുണ്ട്. like the first disciples were called, ആദിമ ശിഷ്യർ വിളിക്കപ്പെട്ടതുപോലെ അതേ നിയോഗമാണ് ഈ സഭയ്ക്കുള്ളത്. witness in our world with moral clarity, നൈതിക ബോധ്യത്തോടുകൂടെ, ധാർമ്മിക ബോധ്യത്തോടുകൂടെ ഈ ലോകത്തിൽ സാക്ഷികളാകുവാനുള്ള നിയോഗം. courage and love, ധൈര്യവും സ്നേഹവും ഉൾച്ചേർന്നുകൊണ്ടുള്ള ഒരു വിശ്വാസയാത്ര. having repented itself, നമ്മൾ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ അനുതാപത്തോടെ പാപം ഏറ്റു പറഞ്ഞുകൊണ്ട്, maybe once again, ഒരിക്കൽ കൂടെ മറ്റൊരിക്കൽ കൂടെ the people will look at the church ലോകം, ഈ ജനത സഭയെ നോക്കി പറയും, and be amazed and look at each other asking, അവർ അത്ഭുത പരതന്ത്രരായി നോക്കി പറയും, what is this? എന്തൊരു മാറ്റമാണ്, ഇതെന്താണ്? A new teaching. ഒരു പുതിയ പഠിപ്പിക്കൽ. And with authority they give orders to impure spirits and they obey them. അധികാരത്തോടുകൂടെ കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നു, അശുദ്ധാത്മാക്കൾ പാപത്തിന്റെ ശക്തികൾ വിട്ടുപോകുന്നു. In this world that has forgotten lessons of yesterday, ഞാനും നിങ്ങളും
പഠിക്കുന്ന പാഠങ്ങൾ, seeking to build a world that is cold, harsh, dominating, and dehumanizing, മരവിപ്പ് ബാധിച്ച തകർക്കപ്പെട്ട ക്രൂരമായ ഈ ലോകത്തിൽ defined by exploitation and war. ഇവിടെ യുദ്ധത്തിന്റെ ശബ്ദം മുഖരിതമായി കേൾക്കുന്നു. We who gather here in the 131st convention have heard the voice in the wilderness. പ്രിയമുള്ളവരെ, 131ാമത് കൺവെൻഷൻ കൂടിയിരിക്കുമ്പോൾ മരവിപ്പ് ബാധിച്ച, സ്നേഹം തണുത്തുറഞ്ഞ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട, ആപത് സൂചകൾ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ആണ് ഈ 131ാമത് കൺവെൻഷനിൽ നാം കൂടി വന്നിരിക്കുന്നത്. Prepare the way of the Lord. മരുഭൂമിയിൽ പറയുന്നവന്റെ ശബ്ദം ഇവിടെ മുഴങ്ങുന്നു, പാത നിരപ്പാക്കുവിൻ. Make straight in the desert a highway for our God. ദൈവത്തിന് വേണ്ടി വഴിയൊരുക്കുവിൻ. We have heard the tender voice. അവിടെ ദൈവത്തിന്റെ മൃദുവായ ശബ്ദം അവിടെ മുഴങ്ങുന്നു. This is my son, this is my daughter that I love, in whom I am pleased. ഞാൻ പ്രസാദിക്കുന്ന എൻ്റെ പ്രിയ മകൻ, മകൾ എന്നുള്ള ദൈവത്തിന്റെ മൃദുവായ ശബ്ദം. We know the sacrificial call of witnessing of the disturbing presence of the kingdom of God. ദൈവരാജ്യത്തിന്റെ അസ്വസ്ഥമാക്കുന്ന സാന്നിധ്യത്തിന് വളരെ ത്യാഗപൂർണമായിട്ടുള്ള സമർപ്പണത്തോടുകൂടെയുള്ള ഒരു അർപ്പണമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. We have heard the call of urgency. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ചാലക ശക്തികളാകുവാനാണ്. The time is now. സമയം ഇത് തന്നെയാണ്. We have heard the words. നാം ദൈവത്തിന്റെ വാക്കുകൾ കേട്ടുവല്ലോ. The kingdom of God has come near. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. Called like the first disciples. തന്റെ ആദിമ ശിഷ്യരെ വിളിച്ചതുപോലെ We enter this city, Marnamon. ഈ മാരാമണിലുള്ള മുഴുവൻ ജനതയോടും, the region, the province of Kerala. കേരളത്തിലെ ഈ ദേശനിവാസികളോട് We enter the world inspired by this call. ഈ വിളിയുടെ നിയോഗത്തിന്റെ ആത്മാവിന്റെ കരുത്തോടുകൂടെ വേണം നാം ഈ ലോകത്തിലേക്ക് പുറത്തിറങ്ങി പോകാൻ. Empowered by the one who calls. നമ്മെ വിളിക്കുന്ന ദൈവത്തിന്റെ കരുത്താർജിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് സഞ്ചരിക്കുവാൻ നമുക്ക് കഴിയണം. Made impatient by the cries of God's people. ദൈവത്തിന്റെ ആ വലിയ കരുത്ത് പ്രാപിച്ചുകൊണ്ട്, declaring freedom to those possessed by the dehumanizing spirits. അപമാനീകരണത്തിന്റെ, മനുഷ്യത്വ തകർച്ചയുടെ ഇടങ്ങളിൽ അന്തസ്സും മാന്യതയും ദൈവരാജ്യത്തിൻ്റെത് പ്രഘോഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ നമുക്ക് കഴിയണം. Unmasking the temporary power of hate. ഈ ലോകത്തിൽ വിദ്വേഷത്തിന്റെ അധികാര ശക്തികളോട്, bigotry, oppression and war. മതാന്ധതയുടെയും അക്രമത്തിന്റെയും യുദ്ധത്തിന്റെയും ശക്തികളോട്, affirming the ultimate victory of love, freedom, solidarity. ഇവിടങ്ങളിലൊക്കെ തന്നെ സ്നേഹത്തിന്റെയും നീതിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും ആത്യന്തികമായി വിജയം പ്രഘോഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാൻ. Embracing life with boldness. ധൈര്യത്തോടും കരുത്തോടും കൂടെ ജീവിതത്തെ ചേർത്ത് പിടിക്കുവാൻ, ആലിംഗനം ചെയ്യുവാൻ കഴിയുന്ന ദൈവാത്മാവോടുകൂടി. And say to the world, ലോകത്തോട് നമുക്ക് പറയുവാൻ കഴിയണം, repent, അനുതപിക്കുക, for the kingdom is near. മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. Living here in the conviction, in this convention, ഈ കൺവെൻഷനിലൂടെ നമുക്കുണ്ടാകേണ്ട കാഴ്ചപ്പാടും ബോധ്യങ്ങളും അതാണ്. knowing that the credibility of our faith lies നമ്മുടെ വിശ്വാസത്തിന്റെ കരുത്ത് നിലകൊള്ളുന്നത് not in our gathering, നമ്മുടെ കൂടിവരവിന്റെ വലിയ മഹത്വത്തിലല്ല, but who we choose to be when we are scattered in the world. നമ്മൾ ഈ ലോകത്തിലേക്ക് പോകുമ്പോൾ നാം ആരോടൊപ്പം ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ നിയോഗം. Knowing that truth, നാം സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് we sing an old melodies hymn. ഞാനും നിങ്ങളും പാടുവാൻ ഒരു പുതിയ സംഗീതത്തോടുകൂടെ, കാഴ്ചപ്പാടോടുകൂടെ ഒരു പാട്ട് പാടുവാൻ നമുക്ക് കഴിയണം. Finish then thy new creation. കർത്താവേ, ഞങ്ങളുടെ ഈ സൃഷ്ടിയെ സമഗ്രമാക്കണം. Pure and spotless let us be. നിഷ്കളങ്കവും വിശുദ്ധമാക്കി ഞങ്ങളെ നിരൂപാന്തരപ്പെടുത്തണമേ. Let us see thy great salvation. കർത്താവേ, നിന്നിൽ വിളങ്ങുന്ന ആ രക്ഷയുടെ സന്തോഷം കാണുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. Perfectly restored in thee. അങ്ങയിൽ വിളങ്ങുന്ന രക്ഷയുടെ മഹത്വം, changed from glory into glory. മഹത്വത്തിൽ നിന്ന് അതിമഹത്വത്തിലേക്ക് സഞ്ചരിക്കുന്ന യാത്രയെ, in heaven we take our place. ഞങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഞങ്ങളുടെ യാത്രയുടെ, till we cast our crowns before thee. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾക്ക് ലഭിക്കുന്ന നീതിയുടെ കിരീടങ്ങൾ ആ സ്വർഗ്ഗ രാജ്യത്തിൽ വെക്കുന്നത് വരെ, lost in wonder, love and praise. ദൈവരാജ്യത്തിൽ അത്ഭുതത്തോടും അതിശയത്തോടും സ്തോത്രത്തോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ നമുക്ക് കഴിയണം. God bless us all. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.